റോഡിലെ കായലും പായലും. പ്രിയ DCL കൂട്ടുകാരെ, ഞങ്ങളുടെ കാർ ചങ്ങനാശ്ശേരി പോരുന്ന കവലയിൽ നിന്നും ആലപ്പുഴ റോഡിലേക്ക് കയറി. കുറച്ചു നാൾ മുമ്പ് വരെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്ന AC റോഡ് യാത്രാക്ലേശത്തിന്റെ പര്യായ പദമായിരുന്നു. AC റോഡിലൂടെയുള്ള യാത്ര ഒട്ടും ഈസി അല്ലായിരുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ് ദുരിതപൂർണമായിരുന്നു AC റോഡ്. ഇന്ന് പഴയകാല കഥകൾ മാറ്റിയെഴുതി ഏറ്റവും യാത്രാസുഖമുള്ള രാജപാതയിലൊന്നായി മാറി. ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആകർഷകമായ കാഴ്ച ഇടതുവശം ചേർന്ന് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മനോഹരമായ AC കായലായിരുന്നു. അത് കായലല്ല, ഇന്നും AC റോഡ് നിർമ്മാണത്തിനായി മണ്ണ് മാന്തിയെടുത്തപ്പോൾ ഉണ്ടായ കനാൽ ആണെന്നും അറിയാമെങ്കിലും ഈ കനാലിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ ഇതിനെ കായൽ എന്ന് വിളിക്കണമെന്ന് കരുതി. കാരണം കനാലിലെ നിറഞ്ഞ വെള്ളത്തിനു മുകളിൽ പായലും പോളയും നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്. ഈ പോളയും പായലും കയറി ഈ കനാൽ ഒരു പായൽപ്പാടം പോലെയല്ലേ എന്ന് സഹയാത്രികനായ സുഹൃത്ത് പറഞ്ഞു. പായൽ കയറി കനാലിൻ്റെ വ്യക്തിത്വം തന്നെ നശിപ്പിക്കുന്നതു കണ്ടപ്പോൾ DCL കൂട്ടുകാരോട് പറയാൻ കുറേ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉദിച്ചു. അത് കൂട്ടുകാർക്ക് എഴുതുമ്പോൾ ശീർഷകത്തിന് ഒരു പ്രസംഗ ഭംഗി ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് AC റോഡിലെ കായലും പായലും എന്ന് ശീർഷകം നൽകിയത്. AC റോഡിലെ കനാൽ നിറയെ പായലും പോളയും പായലും നിറയുന്നത് നീക്കം ചെയ്യണമെന്നും അത് പള്ളത്തുരുത്തിൽ നിന്ന് 2 വഴിയിലൂടെ തുറന്നുവിടണമെന്നും ആവശ്യപ്പെട്ട് AC കനാൽ സംരക്ഷണ സമിതി നിരന്തരം സമരത്തിലാണ്. പള്ളത്തുരുത്തിൽ നിന്ന് ഊക്കൈത ആറ്റിലൂടെ തോട്ടപ്പള്ളി സ്പിൽ വേയിലേക്കു പുന്നമട കായലിലൂടെ വേമ്പനാട്ട് കായലിലേക്കു ഈ പോളയും പായലും ഒഴുക്കി വിടണമെന്നും അങ്ങനെ കനാൽ തീര നിവാസികളുടെ ജീവിതം സുരക്ഷിതവും ആശ്വാസകരവും ആക്കണമെന്നും നാടിൻ്റെ നന്മയ്ക്കായി യത്നിക്കുന്ന കനാൽ സംരക്ഷണ സമിതി നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം വേമ്പനാട്ട് കായലിലെ പായൽ തിന്നു തീർക്കാൻ സർക്കാർ ലാറ്റമേരിക്കയിൽ നിന്നു ഇറക്കുമതി ചെയ്ത നയോകെറ്റിന എന്ന വണ്ടുകളെ AC കനാലിലെ പോളയിലേക്ക് കയറ്റിവിടാനുള്ള പദ്ധതി ചർച്ചകളിലുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ചിന്താവിഷയം ഇതിനോട് ചേർത്ത് വായിക്കണം. റോഡ് പണിയാൻ മണ്ണെടുത്തപ്പോൾ രൂപപ്പെട്ട കനാലാണെങ്കിലും വെള്ളം നിറഞ്ഞ AC കനാൽ തീരത്തെടുത്തുള്ള യാത്ര പകലും രാത്രിയും സുന്ദരമായ ദൃശ്യവിരുന്നാണ്. പോള പൂക്കുന്ന കാലത്ത് പകൽ യാത്രക്കാർക്ക് ഈ സൗന്ദര്യ കാഴ്ച അവർണ്ണീയത്വം തന്നെ. എന്നാൽ പോളപ്പൂക്കൾ ചീയുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം ചീറിപ്പായുന്ന യാത്രക്കാർ അറിയുന്നില്ല. ഇരുകരയിലും സാധുക്കളായ നിവാസികളാണ് അനുഭവിക്കുന്നത്. ഇനി AC കനാൽ നമ്മുടെ വ്യക്തിത്വം തന്നെയാണോ എന്ന് ചിന്തിക്കുക. നല്ല തെളിനീർ നിറയുമ്പോൾ കനാൽ ഏറ്റവും പരിസ്ഥിതി സുരക്ഷിതമാകുന്നത് പോലെ മാലിന്യം കലരാത്ത വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് ശ്രേഷ്ഠ സമ്പത്താണ്. എന്നാൽ പല കുട്ടികളുടെയും വ്യക്തിത്വത്തിലേക്ക് പായലും പോളയും പോലുള്ള ചില സുഹൃത്തുക്കളും അതുവഴി പല പുതിയ സ്വഭാവങ്ങളും കടന്നു കയറുന്നുണ്ട്. ആദ്യമൊക്കെ പോളപ്പൂക്കൾ പോലെ അതിൽ പലതും ആകർഷകമായി തോന്നുമെങ്കിലും പോളപ്പൂക്കൾ ചീഞ്ഞ് ദുർഗന്ധം പടർന്ന് സമീപവാസികൾക്ക് ജീവിതം അസഹ്യമാക്കുന്നത് പോലെ നമ്മിൽ പലരുടെയും സ്വഭാവവും മോശമായി മാറുന്നുണ്ട്. AC കനാലിൻ്റെ ചില ഭാഗങ്ങളിൽ വെള്ളം കാണാനേയില്ല. പോള പടർന്ന് കനാൽ പാടം പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും അടിയിൽ വെള്ളമില്ലെന്ന് കരുതി റോഡിൽ നിന്ന് പോളയുടെ മുകളിലൂടെ നടക്കാൻ തുടങ്ങിയാലോ? കൂട്ടുകാരെ, അവരുടെ വ്യക്തിത്വം തകർക്കുന്ന നമ്മുടെ അസ്തിത്വത്തെ തന്നെ വിഴുങ്ങുന്ന സുഹൃത്തുക്കളെ ശീലങ്ങളും നന്മകൾ നീക്കം ചെയ്യണം. കനാൽ സംരക്ഷണ സമിതി പോലെ നമ്മുടെ ചുറ്റും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും നിർദ്ദേശങ്ങളുമായി വരുമ്പോൾ ഹൃദയം തുറന്ന് സംസാരിക്കാം. ദുശീലങ്ങളെ പാടെ നശിപ്പിക്കാൻ ശേഷിയുള്ള നല്ല മൂല്യങ്ങളുടെയും ഉറച്ച ബോധ്യങ്ങളുടെയും നയോകെറ്റിന എന്ന വണ്ടുകളും നമ്മുടെ ഉള്ളിലേക്ക് തുറന്നുവിടാം. അപ്പോൾ നാം വീടിനും നാടിനും നന്മ ചെയ്യുന്ന നല്ല തെളിനീർ പോലെയുള്ള വ്യക്തിത്വങ്ങളാകാം. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.